ജോലി ചെയ്യുന്നവർക്കറിയാം, ഓരോ ദിവസവും നമ്മൾ ഇഷ്ടം പോലെ ഇമെയിൽസ് വായിക്കുന്നു, അയക്കുന്നു. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ പല ഇമെയിൽ മര്യാദകളും നമ്മളിതിൽ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ഇമെയിൽ മര്യാദകളാണ്. ഇമെയിൽ എറ്റിക്കറ്റ്സ് ഫോർ പ്രൊഫഷണൽസ്. ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയ സമയത്ത് എൻ്റെ ആദ്യത്തെ കമ്പനി ഒരു ഫ്രഷർ ട്രെയിനിങ് ഒക്കെ തന്നിരുന്നു. അതിൽ ഇമെയിൽ എറ്റിക്കറ്റ്സും ഒരു പാർട്ടായിരുന്നു. അതേപോലെ പലർക്കും ട്രെയിനിങ് കിട്ടുന്നുണ്ടായിരിക്കാം, കിട്ടുന്നില്ലായിരിക്കാം. പക്ഷേ ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ ആദ്യം വരുത്തി കഴിഞ്ഞിട്ടാണ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നതും പിന്നീട് അത് കറക്റ്റ് ചെയ്യുന്നതും. അങ്ങനത്തെ ഒരുപാട് പോയിന്റ്സ് ആണ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ കുറച്ച് ബേസിക്സ് ആണ്. റിസീവറിനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു ഇമെയിൽ തുടങ്ങാൻ. ഇല്ലാതെ ആദ്യമേ തന്നെ സബ്ജക്റ്റിലേക്ക് പോകരുത്. ഹായ്, ഹലോ ഇതൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഗ്രീറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ സബ്ജക്റ്റ് ലൈൻ ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് ലൈനിലും ഇതുപോലെ വളരെ വേഗമായ പോയിന്റ്സ് ഒന്നും എഴുതരുത്. വാരി വലിച്ചൊരു വലിയ സബ്ജക്റ്റ് ലൈനും എഴുതരുത്. ടു ദ പോയിൻ്റായി എന്താണ് നമ്മളുടെ സബ്ജക്റ്റ് എന്നുള്ളത് ക്ലിയറായി എഴുതുകയാണ് ഏറ്റവും ഉത്തമം. പിന്നെ ടു ലിസ്റ്റും CC ലിസ്റ്റും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടണം എന്ന് ഉള്ള ആൾക്കാരെയാണ് ടു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. CC ലിസ്റ്റിൽ ഇത് നമ്മൾ ഇൻഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ്. അവരുടെ അടുത്തുനിന്ന് നമ്മളൊരു റെസ്പോൺസ് ആഗ്രഹിക്കുന്നില്ല. അടുത്തത് റിപ്ലൈ ഓൾ ചെയ്യുന്നത് ബൈ ഡിഫോൾട്ടായി എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷേ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആരൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇവരൊക്കെ നമ്മൾ അയക്കുന്ന ഇമെയിൽ വായിക്കേണ്ടവരാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ റിപ്ലൈ ഓൾ ചെയ്യാൻ പാടുള്ളൂ. അടുത്ത പോയിന്റ് റിമൈൻഡേഴ്സ്. ചിലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാവിലെ 10 മണിക്ക് ഒരു മെയിൽ അയക്കും. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് മെയിൽ റിപ്ലൈ ഒന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ ഉടനെ റിമൈൻഡർ അയക്കും. നിങ്ങൾക്ക് ഞാൻ മെയിൽ അയച്ചിരുന്നു, എനിക്ക് റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത 15 മിനിറ്റിൽ അടുത്ത റിമൈൻഡർ അയക്കും. ഇതൊക്കെ ഒരു വളരെ ചൈൽഡിഷായ ബിഹേവിയറാണ്. ഒരു പ്രൊഫഷണൽസിന് സൂട്ട് ചെയ്യുന്ന ബിഹേവിയർ അല്ല. നമ്മൾ ഇമെയിൽ കിട്ടുന്ന ആളിന് റിപ്ലൈ കൊടുക്കാൻ ആവശ്യമായ സമയം കൊടുക്കണം. സമയം കൊടുക്കാതെ നിങ്ങളുടെ റിപ്ലൈ വന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. പിന്നെ അതുപോലെ ഫോളോ അപ്പ് ഒക്കെ അയക്കുമ്പോൾ ആർക്കാണ് അയക്കുന്നത് എന്നുള്ളത് സൂക്ഷിച്ച് വേണം അയക്കാൻ. നമ്മളെക്കാൾ ഹൈറാർക്കിയിൽ മുകളിലുള്ള ആൾക്കാർക്കൊക്കെ റിമൈൻഡർ അയക്കുമ്പോൾ സൂക്ഷിച്ച് വേണം അയക്കാൻ. നിങ്ങളുടെ റിപ്ലൈ വന്നില്ല, പെട്ടെന്ന് റിപ്ലൈ അയക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാനേജറിനോ അല്ലെങ്കിൽ മാനേജറിന് മുകളിലുള്ള ആൾക്കൊക്കെ മെയിൽ അയക്കുന്നത് അത്ര അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ബിഹേവിയർ അല്ല. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഇമെയിൽസിനും കറക്റ്റായി റിപ്ലൈ ചെയ്യുക എന്നുള്ളത്. അവരൊരു ഫോളോ അപ്പ് മെയിൽ അയക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ റിപ്ലൈ അയക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നമ്മളെക്കാൾ മുകളിലൊക്കെയുള്ള ആൾക്കാരുടെ ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് തന്നെ റിപ്ലൈ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലർ വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് ഈ റിപ്ലൈ അയക്കാതെ ഇരിക്കുന്നതിന് റീസൺ ചിലപ്പോൾ അവർ ചോദിച്ചതിന് ഉത്തരം നമുക്കറിയില്ലായിരിക്കാം. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം കോൺടാക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചിലത് ഇതെൻ്റെ കാര്യമല്ലല്ലോ എന്ന് വെച്ച് മിണ്ടാതിരിക്കും. പക്ഷേ അതല്ല ചെയ്യേണ്ടത്. അതിന് റിപ്ലൈ ചെയ്തിട്ട് പറയുക, ഞാനല്ല ഇതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ, ഇന്ന ആളിനെ കോൺടാക്റ്റ് ചെയ്താലായിരിക്കാം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളത് നമ്മൾ ക്ലിയറായിട്ട് പറയുക. അതായിരിക്കും ഏറ്റവും നല്ല റെസ്പോൺസ്. ഇനി ഒരാൾക്ക് ആദ്യമായി മെയിൽ അയക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷം കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുള്ള സിറ്റുവേഷനിൽ നമ്മളെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ ഇന്ന ടീമിലാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്, ഈ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ കാര്യത്തിലേക്ക് കിടക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ആരെയെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് റിമൈൻഡ് ചെയ്യുക, ഞാൻ കഴിഞ്ഞ വർഷം ഇന്ന പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തതാണ് നിങ്ങളുടെ കൂടെ, ഇപ്പം ഞാൻ ഇന്ന ടീമിലാണ്, ഈ ഇൻഫർമേഷനാണ് എനിക്ക് ആവശ്യമുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ കാര്യത്തിലേക്ക് കിടക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, നമുക്ക് വരുന്ന മെയിലുകളിൽ ചിലതൊക്കെ നമുക്ക് ദേഷ്യം വരും വായിച്ചു കഴിയുമ്പം. ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് ആരെങ്കിലും നമ്മളെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യമൊക്കെ ചിലർ എന്തെങ്കിലും വളച്ചൊടിച്ച് പറയും. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്നിട്ട് തിരിച്ച് അതേപോലെ തന്നെ അല്ലെങ്കിൽ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് നമുക്ക് റിപ്ലൈ ചെയ്യാനൊക്കെ ആയിരിക്കും ആദ്യം തോന്നുക. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം ലോക്ക് ചെയ്യുക, എണീറ്റ് പോയൊരു ചായയോ വല്ലതും കുടിക്കുക, അല്ലെങ്കിൽ ഒരു ടേക്ക് എ വാക്ക്. എന്നിട്ട് തിരിച്ചു വന്ന് കുറച്ച് സമാധാനത്തിൽ വന്ന് മെയിൽ ഒന്നുകൂടെ വായിക്കുക, എന്നിട്ട് റിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതൊക്കെ ഒരു പ്രാക്ടീസ് ആക്കിയാൽ നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളിൽ നിന്ന് വളരെയധികം ആശ്വാസം ലഭിക്കും. ഇനി ഇമെയിലിൻ്റെ കോണ്ടൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ സെൻറ്റൻസസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരുപാട് കൺജങ്ഷൻസ് അങ്ങ് യൂസ് ചെയ്യും, ഒരുപാട് ആൻഡും ബട്ടും ഒക്കെ ഇട്ടൊരു വലിയ നീണ്ട സെൻറ്റൻസ് എഴുതി പിടിപ്പിക്കും. ഇതൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിലും നല്ലത് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതേപോലെ വളരെ വലിയൊരു ഇമെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാരഗ്രാഫ്സ് എഴുതാതെ അതിനെ ബുള്ളറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ 1 2 3 4 നമ്പറൊക്കെ ഇട്ട് നമ്മളുടെ പോയിൻറ്റ്സ് കൺവേ ചെയ്യാൻ ശ്രമിക്കുക.
മറ്റൊന്ന് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. നമ്മളുടെ വൊക്കാബുലറിയുടെ പവറൊക്കെ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല പ്രൊഫഷണൽ ഇമെയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം കൺവേ ചെയ്യാൻ വേണ്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷേ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ മെയിൽ വായിച്ചു കഴിഞ്ഞിട്ട് അവർ ഡിക്ഷണറി തുറന്ന് ഇതെന്താ സംഭവം എന്ന് നോക്കുന്ന രീതിയിലുള്ളൊരു മെയിൽ അയക്കാതെ ഇരിക്കുക. മറ്റൊന്നാണ് അബ്രീവിയേഷൻസ് നമ്മൾ എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. SMS എന്നൊക്കെ പറയുന്നത് തന്നെ അബ്രീവിയേഷനാണ്. ഇപ്പം നമ്മൾ ഒരു അസംഷൻ നടത്തുകയാണ് ഇത് വായിക്കുന്ന ആളിന് SMS-ൻ്റെ ഫുൾ ഫോം അറിയാം എന്നുള്ളത്. SMS ഞാനൊരു വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ പ്രൊജക്റ്റ് സ്പെസിഫിക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് അബ്രീവിയേഷൻസ് ഉണ്ടാവാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കാം എന്നുള്ള അസംഷനിൽ മെയിൽ അയക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ മാത്രം അബ്രീവിയേഷൻസ് ഉപയോഗിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വേറൊന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ എല്ലാവരും മറന്നു, സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ ചെക്ക്. ഇതിനുള്ള ഓപ്ഷൻ മിക്ക ഇമെയിൽ പ്രൊവൈഡേഴ്സും ഇൻബിൽഡ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇമെയിൽ അയക്കുന്നതിന് മുമ്പ് എപ്പോഴും അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും ഒക്കെ ഉള്ളൊരു ഇമെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആളിന് അതിലൊരു പ്രൊഫഷണൽ ടച്ച് ഫീൽ ചെയ്യില്ല. അതിന് റിപ്ലൈ അയക്കാൻ പോലും അവർക്ക് മിക്കപ്പോഴും തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു സൗണ്ട് മോർ പ്രൊഫഷണൽ സ്പെൽ ചെക്കും ഗ്രാമർ ചെക്കും നമ്മൾ നിർബന്ധമായും നോക്കിയിരിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇമെയിലിൻ്റെ ലെങ്ത്. നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ഇമെയിൽ തന്നെ പലപ്പോഴും പകുതി വായിച്ചിട്ട് നമ്മൾ ബാക്കി വായിക്കാതെ വിടാറുണ്ട്. കാരണം ഒരുപാട് നീണ്ട മെയിലാണ്, എന്താണ് സംഭവം എന്നുള്ളത് തലയും വാലും പോലും നമുക്ക് പിടികിട്ടില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമെയിലിൻ്റെ ലെങ്ത് ശ്രദ്ധിക്കണം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പറയാനുള്ളതെല്ലാം കൺവേ ചെയ്യുന്ന രീതിയിൽ വേണം ഇമെയിൽ ഫോം ചെയ്യാൻ. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഔട്ട്ലുക്കിൻ്റെ വിൻഡോ എടുത്ത് തുറന്നു കഴിയുമ്പോൾ ഒരു പേജിൽ കവിയാതെ ഉള്ള ലെങ്ത്തിലായിരിക്കണം നമ്മൾ ഇമെയിൽ അയക്കുന്നത്. ഇനി ഒത്തിരി പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ക്ലയൻറ്റിന് ഫോർവേഡ് ചെയ്യുക. ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനായി തന്നെ ഇരിക്കണം. ചിലപ്പോൾ നമ്മൾ ക്ലയൻറ്റിനോട് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ക്ലയൻറ്റിന് ഫോർവേഡ് ചെയ്യാതെ ഇരിക്കുക. ഇനി അഥവാ അതിലെന്തെങ്കിലും ഒരു പോയിന്റ് ക്ലയൻറ്റിനോട് പറയണം എന്നുണ്ടെങ്കിൽ തന്നെ പുതിയൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് ക്ലയൻറ്റിനോട് പറയാനുള്ള കാര്യങ്ങൾ മാത്രം എഴുതി പിടിപ്പിച്ച് ക്ലയൻറ്റിന് അയയ്ക്കുക. ഒരിക്കലും ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ അതേപടി ക്ലയൻറ്റിന് അയക്കാതെ ഇരിക്കുക. ഇനി ചിലർ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഒരു ഇമെയിൽ അറിയാതെ അയച്ചുപോയി. ചിലപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അയച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യേണ്ടിടത്ത് റിപ്ലൈ ഓൾ ചെയ്തു പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മൾ അറിയാതെ ഒരു ഇമെയിൽ അയച്ചു പോയാൽ ഔട്ട്ലുക്കിലൊക്കെ ഓപ്ഷനുണ്ട് റീകോൾ ചെയ്യാൻ. അതായത് നമ്മൾ അയച്ച മെയിൽ അവർ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഔട്ട്ലുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ ഉപയോഗിക്കാതെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്ലീസ് ഇഗ്നോർ ദ ബിലോ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെയിലൂടെ അതിൻ്റെ പുറത്തേക്ക് അയക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി താഴത്തെ ഇമെയിലും വായിക്കും. അപ്പോൾ ഇതൊക്കെ പണി അറിയാത്ത ആരൊക്കെയോ പണിയെടുക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ചെയ്യാതെ പഴയ ഇമെയിൽ റീകോൾ ചെയ്യുക. അപ്പം പഴയ ഇമെയിലൊന്നും ആർക്കും വായിക്കാൻ കിട്ടത്തില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമെയിലിൻ്റെ അവസാനം നമ്മളെപ്പോഴും എന്താണ് എക്സ്പെക്റ്റഡ് ആക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് വേണം നിർത്താൻ. നമ്മൾ വലിയൊരു പാരഗ്രാഫൊക്കെ അയച്ചിട്ട് എന്താണ് ഫൈനലി നമ്മൾക്ക് ഈ ആളുടെ നിന്ന് കിട്ടേണ്ടതെന്ന് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും ഒരു വേസ്റ്റഡ് എഫേർട്ടാണ്. പിന്നെയും അതിൻ്റെ പുറത്ത് ഫോളോ അപ്പ് ഒക്കെ അയക്കേണ്ടി വരുമോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എപ്പോഴും ഇമെയിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇന്നതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആക്ഷൻ, ഇതിന് റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സമ്മറിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. മിക്കപ്പോഴും ഔട്ട്ലുക്കിലൊക്കെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ബൈ ഡിഫോൾട്ട് ഉണ്ടായിരിക്കാം, പക്ഷേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളുടെ സിഗ്നേച്ചറിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ പോയിന്റ്സ്. ദാറ്റ് ഈസ് ഇമെയിൽ എറ്റിക്കറ്റ്സ് ഫോർ പ്രൊഫഷണൽസ്. വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ